പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പിൾസ് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള കപ്പിൾസ് ആയിരിക്കും. അങ്ങനെയാണോ ഉണ്ടായിരുന്നത്? അല്ല കേട്ടോ, അത് വെറുതെ പറയാണ്. ഭാവിയില് പ്ലാൻ ഉണ്ടോ വലുതാവുമ്പോ? അങ്ങനൊന്നുമില്ല. ഒന്ന് കാണാനായാലും ഇപ്പോഴത്തെ പോലെ ഒന്നല്ലേ. ഇപ്പൊക്കെ ഞങ്ങൾ ഈ പറയുന്നതിന്റെ വാല്യൂ എത്രത്തോളം മനസ്സിലാവും അറിയില്ല. ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട്. കുറെ പടങ്ങള് പിള്ളേര് അത് കാണരുത്, കുട്ടികൾ അത് കാണരുതെന്ന്. ഞാൻ അവന് ഇപ്പൊ ഒരു സിനിമയിൽ ഒരു ഡ്രഗ് സീൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് മാസത്തിൽ 7 ദിവസം. ഇതൊക്കെ അവളെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അവനെല്ലാം അറിയാം. ഇങ്ങനെ നോക്കിയല്ലോ എക്സ് എന്ത് ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡോറബിൾ ആൻഡ് ക്യൂട്ട് കപ്പിൾസായ, അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അമ്പാടി റോക്സ് ആണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ വൈറലായിട്ട് കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 അടിപൊളി കപ്പിൾസാണ് ഇന്ന് നമ്മളെ കൂടെ. അപ്പം ഹലോ. ഹായ്. സുഖാണോ? ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ 4 years ആയിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് അല്ലേ? അപ്പം അതിനെക്കുറിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾ കുറേ പറഞ്ഞിട്ടുള്ളതല്ലേ നമ്മുടെ വ്ളോഗിലെ ഇന്റർവ്യൂസിലൊക്കെ കമ്പൽസറി. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങൾ ഈ ഒരു ജേണിയിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം സ്ട്രഗിൾ ഉണ്ടാവാം, ഓവർകം ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പം ഏറ്റവും കൂടുതൽ നിങ്ങളെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവില്ലേ? അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും എന്താ? ഓട്ടോ. അതാവും പറഞ്ഞത് കറക്റ്റാ. ഞങ്ങളുടെ ലവ് സ്റ്റോറിയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഇതാണ് ഓട്ടോറിക്ഷ. ചേട്ടൻ അന്ന് ഡ്രൈവറായിരുന്നു, വണ്ടി ഉണ്ടായിരുന്നു, ഓട്ടോറിക്ഷ. അപ്പൊ നമ്മള് കറങ്ങാൻ എല്ലാവരും അറിയാം, സ്റ്റോറീസ് ഫുൾ അറിയാം. അതാണ് അവ ഇത്ര ഇതായിട്ട് പറയണത്. ഞങ്ങള് പുറത്ത് കറങ്ങാൻ പോവാറുള്ളതൊക്കെ വണ്ടിയിലാണ്. സൈഡ് കർട്ടൻ മറച്ചിട്ട് മറ്റേ കർട്ടനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആരും കാണാണ്ടിരിക്കാനൊക്കെ. അങ്ങനെ കുറെ മൊമെന്റ്സ് ഉണ്ട് വണ്ടിയില്. വണ്ടി ശരിക്കും പറഞ്ഞാ ഒരു ഒഴിച്ചുകൂടാനാവാത്ത കഥാപാത്രം പോലെ നിങ്ങളുടെ പ്രണയത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഞങ്ങൾക്ക് ഒരു മറയും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവനറിയാം, എല്ലാ കാര്യം അറിയാം. നല്ലതാണ്, മോൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു വരണല്ലോ. ലവ് സ്റ്റോറി ജനറേഷൻ ഞങ്ങളുടെ ലവ് സ്റ്റോറി അവനറിയാം. കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുറമെന്ന് ആരെങ്കിലും പറഞ്ഞറിയണേക്കാളും നല്ലല്ലേ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കണത്. ശരിയാ. എന്താണ് അച്ഛൻ്റെ അമ്മയുടെ ലവ് മാരേജിനെ കുറിച്ചിട്ട് അഭിപ്രായം? എന്തെന്ന്? നല്ല കാര്യം തന്നെയാണെന്ന്. ഭാവിയില് പ്ലാൻ ഉണ്ടോ വലുതാവുമ്പോ? അങ്ങനൊന്നുമില്ല. അവൻ ഞങ്ങൾ എത്രയും സപ്പോർട്ട് ചെയ്യണതിന്റെ കാര്യം ഇപ്പോഴല്ലേ പിടികിട്ടിയത്. ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? പേര് ഞങ്ങൾ പബ്ലിക് ആക്കുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അച്ഛന്റെ പോലെ പ്രണയിച്ച് നടക്കരുതെന്ന്. അങ്ങനെയാണോ? അതന്നെ, പ്രണയിച്ച് നടക്കരുതോ? ഒരു വ്യത്യാസമുള്ളൂ. നമ്മളെല്ലാരും ഇങ്ങോട്ട് പ്രണയിക്കണം, നമ്മളാരും പ്രണയിക്കരുത്. അങ്ങനെയാണോ ഉണ്ടായിരുന്നത്? അല്ല കേട്ടോ, അത് വെറുതെ പറയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഇങ്ങോട്ടേക്ക് പെൺപിള്ളേരെ അട്രാക്ട് ചെയ്യിപ്പിക്കണം അല്ലേ? അത് നല്ല കാര്യമാണോ ഗേൾസ് ഇങ്ങോട്ടേക്ക് വരുന്നത്? ഇല്ല, അതാണ് പോയിന്റ് മോനെ. പക്ഷെ അവന്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ ആരെങ്കിലും ഭാവിയില് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നില്ല, നമ്മള് സ്നേഹിക്കരുതെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ അവനോട് പറഞ്ഞുള്ള ഒരു കാര്യമാണെങ്കിൽ സ്നേഹിക്കുകയാണെങ്കിൽ കുറച്ച് മെച്യൂരിറ്റിയോട് കൂടിയിട്ട് സ്നേഹിക്കുക. ഇപ്പോഴത്തെ മറ്റേ ഇപ്പോഴും പറയണത് 2K പിള്ളേര് എന്നെ വന്ന് പൊങ്കാലിടരുത്, 2K കിഡ്സ് എന്നെ വന്ന് പൊങ്കാലിടരുത്. ഇപ്പോഴത്തെ സത്യം പറയും, ഇപ്പോഴത്തെ 2K കിഡ്സിന്റെ പ്രണയം എല്ലാവരും അല്ല, പക്ഷെ അതൊരു ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ഒരു ആ ഒരു ഇതില്ല, ഒരു ക്ലാരിറ്റി ഇല്ല. ഇപ്പൊ അവരെന്നെ പറയണ പോലെ സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെ കുറെ ഷിപ്പുകൾ ഉണ്ടല്ലോ. അതിലാണ്
ഒക്കെ ആണെങ്കിൽ മാത്രം ലിവിങ് ടുഗദർ. പക്ഷെ അതിലൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ അവനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് നീ കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റിയോട് കൂടി സ്നേഹിക്കണം. അതാരായാലും നിനക്ക് പ്രായമാവുമ്പോ അമ്മോട് പറയാ. എനിക്ക് വളരെ ഇൻട്രസ്റ്റ്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പില് ഇപ്പം ഭയങ്കര അതായത് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ. നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ്? അതായത് ഫാമിലി സ്ട്രഗിൾ ആണോ അല്ലെങ്കിൽ നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ടുള്ള? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ട് സ്ട്രഗിളുകളൊന്നും വന്നിട്ടില്ല. എന്റെ അറിവിൽ വന്നിട്ടില്ല. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് കിട്ടാൻ നല്ല സ്ട്രഗിൾ ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏജ് ആയിട്ടുണ്ടായിരുന്നില്ല. അത് ഏറ്റവും വലിയൊരു പോയിന്റ് അതായിരുന്നു. പിന്നെ വീട്ടുകാർ മീൻസ് ചേട്ടന്റെ വീട്ടിൽ ആർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ വീട്ടിൽ നല്ല പ്രശ്നമായിരുന്നു, നല്ല ടെററായിരുന്നു. അപ്പൊ നമുക്ക് കുറെ സ്ട്രഗിൾ. ഞങ്ങളിങ്ങനെ ഒന്ന് കാണാനായാലും ഇപ്പോഴത്തെ പോലെ ഒന്നല്ലേ. ഇപ്പൊ ഒക്കെ ഞങ്ങൾ ഈ പറയണ എന്റെ വാല്യൂ എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട്. ഒന്നൊരു ഫോൺ ചെയ്യാൻ, കാരണം ഫോണുണ്ട്, ഇപ്പൊ കറങ്ങാൻ പോവാൻ നമുക്ക് കുഴപ്പമില്ല. പണ്ടൊന്നും അങ്ങനെയല്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആരും പേടി എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അച്ഛൻ, അമ്മ, ഗുരുക്കന്മാര്, നാട്ടുകാര്, ഒരു പേടിയില്ല. നമ്മുടെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ പേടിയാ. ഏറ്റവും കൂടുതൽ ആ സമയത്ത് സദാചാരക്കാരായിരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാ അത് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഈ സദാചാരം എന്ന് പറയുന്ന സംഭവം വേണമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് എന്ത് കാര്യത്തിനും അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഒരു പരിധി വരെ ഇത് വേണം. അതില്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരാളുകളെ ഒരു പേടി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കാര്യം തെറ്റ് ചെയ്യുമ്പോ അത് ചെയ്യാതിരിക്കാനുള്ള ഒരു ഇതിപ്പോ ആരെയും പേടിക്കാനുള്ള. നമ്മുടെ തൊട്ടപ്പോ വന്ന് ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ഇപ്പൊ ഒന്നും വേണ്ട, ഈ സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കാതെങ്കിലും ചെയ്യുമ്പോ അയ്യോ അവരുള്ളവര് കാണും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവിടെ റെസ്ട്രിക്റ്റഡ് ആവും ചിലപ്പോ. ഇതിപ്പോ ആരെയാ പോയി പറയണോ താൻ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കണം നമ്മളവരെ. അവരോട് ചോദിക്കാൻ പേടിയോ? അതെ അതെ, ഒരുപാട് ട്രോൾ വീഡിയോസ് ഒക്കെ കാണുന്നില്ലേ ഈ 2K കിഡ്സിനെ പേടിച്ചാ നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല അവരുടെ അടുത്ത്. അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ കണ്ടില്ലേ ചോദിക്കണേനുള്ള ദേഷ്യം. സിഗരറ്റ് വലിച്ചതിന്റെ ചീത്ത പറഞ്ഞു, അമ്മേനെ തലക്ക് ഇടിച്ചു, കാശ് കൊടുത്തില്ലേ, അച്ഛനെ കുത്തിട്ടു. പണ്ടത്തെ ആൾക്കാരും ഇപ്പോഴാണ് ഈ MDMA കഞ്ചാവൊക്കെ ഇത്രയായത്. സിഗരറ്റ് വലിക്കുന്ന പിള്ളേരുകൾ പണ്ടുണ്ട്. പക്ഷെ അവർക്കൊരു കാണുമ്പോ എന്ത് അടി കിട്ടും, നല്ല അടി കിട്ടും അച്ഛൻ്റെ മേലെ കിട്ടും. അപ്പൊ ഒരു പേടി അച്ഛനോട് അമ്മോടൊക്കെ എല്ലാവർക്കും പണ്ട് കാലത്തുണ്ടായിരുന്നു. അപ്പൊ പേടിയൊന്നും ആർക്കും ഇല്ലാണ്ടായി. അതെ, ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അതിൽ വരുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ചലഞ്ചായിട്ട് തോന്നണം നിങ്ങൾക്ക് എന്താണ്? കാരണം ഒരുപാട് സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് വന്നവരല്ലേ. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു ചലഞ്ചല്ല. പക്ഷെ എനിക്ക് ഏറ്റവും റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണ്. അത് ഉണ്ടെങ്കിലാണ് ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. അതില്ലാതെങ്കിൽ അത് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്ത് പോവാ. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട്. അങ്ങനെ വല്ല ട്രസ്റ്റ് പോവാനുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ട്രസ്റ്റ് പോവാനുള്ള സിറ്റുവേഷൻ അല്ല, വേറെ എടുക്കും. ട്രസ്റ്റ് പോവാനുള്ള സിറ്റുവേഷൻസ് ഒന്നും ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടില്ല. ട്രസ്റ്റ് മീൻസ് വിശ്വാസം. അങ്ങനത്തെ പ്രശ്നങ്ങളല്ല, അല്ലാന്നുള്ള തല്ലൂട്ടൊക്കെ ഉണ്ടാവില്ല. രണ്ട് ആൾക്കാരാണ്, രണ്ട് അഭിപ്രായങ്ങളുള്ള അതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ വരും. പക്ഷെ അത് അതെല്ലാവരുടെ ഇടയിലും ഉണ്ടാവും. അതെനിക്ക് തോന്നുന്നത് ഇല്ല എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പിൾസിന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള കപ്പിൾസ് ആയിരിക്കും. വഴക്കുണ്ടാവും, ഞങ്ങൾ തമ്മിൽ ഗംഭീര വഴക്കുണ്ടാവും. ഞങ്ങളുടെ വഴക്ക് പക്ഷെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള വഴക്ക് ഇന്നേ വരെ വീട്ടിൽ അമ്മയ്ക്ക് പോലും അറിയില്ല ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നുണ്ടെന്ന്. ഞങ്ങൾ ഉണ്ടാവുന്ന വഴക്ക് ഗംഭീര വഴക്കുണ്ടാക്കും, പക്ഷെ ഞങ്ങളുടെ ഇടയിൽ മാത്രം നിൽക്കുള്ളൂ. മൂന്നാമത് ആളെ ഇടയ്ക്ക് നിന്നെ പോലെ ഇടപെടുത്താറില്ലേ അവൻ. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പറയുമ്പോ അവൻ ഉദ്ദേശിക്കുന്ന വഴക്കൊക്കെ കാണാറുണ്ടോ? അപ്പൊ അതില് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അല്ല, അവനെന്തായാലും നമ്മുടെ വീട്ടിലാവുമ്പോ ഞങ്ങൾ തമ്മിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ കേൾക്കും. അല്ലാതെ ഞങ്ങൾ മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ നമ്മൾ വഴക്കുണ്ടാക്കണതൊന്നും വീട്ടിലങ്ങനെ. ഇപ്പോ ഞങ്ങൾ വീട്ടിലായാലും അമ്മയാണ് ഉള്ളത്, അങ്ങനെ ആരെങ്കിലും അറിയിച്ച് അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങളുടെ ഇടയിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. മീൻസ് ഞങ്ങൾ വഴക്കുണ്ടാക്കും, ഗംഭീര വഴക്കുണ്ടാക്കും, പക്ഷെ അത് ഞങ്ങൾ തന്നെ തീർക്കുകയും ചെയ്യും. അതെ, എത്ര ദിവസം നീണ്ടു പോവും അങ്ങനെ? അതൊരു ദിവസം അതിലും മേലെ വഴക്ക് നീണ്ടു പോകുന്നത് ഈഗോ പ്രശ്നങ്ങളാണ്. ഇപ്പൊ ആ ഭാര്യ ഭർത്താവ് വഴക്കുണ്ടായി കഴിഞ്ഞാൽ അവൻ എന്നോട് ആദ്യം കേട്ടെ, അല്ലെങ്കിൽ അവൾ എന്നോട് കൊണ്ടേട്ടെ, ഞാനെല്ലാം വഴക്കുണ്ടാക്കി. അങ്ങനെ ഈഗോ വെച്ച് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഡിവോഴ്സിലെത്തും.
പല കുടുംബങ്ങളും ഡിവോഴ്സിൽ പോയി പെടുന്നത് ഈഗോ പ്രശ്നങ്ങളാണ്. അതിന് നമ്മള് പുറമെയുള്ള ഒരാളോടല്ലോ തല്ലൂടി ഇവിടെ വരുവോടല്ലേ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഞാൻ പോയി സംസാരിക്കണോണ്ട് താഴ്ന്നോണ്ട് അവിടെ ഒന്നും നഷ്ടപ്പെടാൻ പോണില്ല, അവിടെ നമ്മുടെ സ്നേഹം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രണയിക്കുക, ജീവിതകാലം മുഴുവൻ പ്രണയിക്കുക. അതാണ്, പ്രണയിക്കുമ്പോൾ നമുക്ക് സൗന്ദര്യം കൂടും. ഞാനിപ്പോ സുന്ദരിയാണല്ലോ. ഇടയ്ക്കങ്ങനെ പറയാറുണ്ടോ? അല്ല, ജീവിതം പ്രണയിക്കണം. ഞങ്ങളുടെ പോളിസി തന്നെയാ. അതെ, എനിക്ക് തോന്നിയിട്ടുള്ളതേ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് അധികം വഴക്കുണ്ടാകല് കുറവായിരിക്കും. പക്ഷെ കല്യാണം ആ സ്നേഹിച്ച ആൾക്കാരനെ പിന്നീട് ഒരു കല്യാണം കഴിഞ്ഞ് ജീവിച്ചു തുടങ്ങുമ്പോൾ വഴക്കുകളുടെ ഇടയിൽ കൂടും. അതിന്റെ ഏറ്റവും വലിയ നമ്മൾ ചോദിക്കുക, നിങ്ങൾ എത്ര കാലം സ്നേഹിച്ചു, എത്ര കാലം സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചേന്നാ. പക്ഷെ പിന്നെയും കല്യാണം കഴിഞ്ഞിട്ട് സ്നേഹിക്കുക തന്നെയാണല്ലോ ചെയ്യുന്നത്. ഞങ്ങൾ പിന്നെയും ഇപ്പൊ ഞങ്ങൾ ശരിക്കും നോക്കാൻ ഞങ്ങൾ 14 വർഷമായിട്ട് ഞങ്ങൾ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ എത്ര കാലം ജീവിച്ചിരിക്കണ്ടോ അത്രയും കാലം പ്രണയിക്കുക. അവന്റെ അടുത്ത് അവനെയും ഞങ്ങൾ ഫോളോ ചെയ്യാൻ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാ. ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു പ്രണയം അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്, പിന്നെ സ്നേഹിക്കുക. അത് രണ്ടുപേരും തമ്മിൽ പറഞ്ഞു തീർക്കുക. വഴക്കുണ്ടായാലും അത് പറഞ്ഞു തീർത്താൽ മതി. ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ തന്നെയാണ്, ഞങ്ങൾ പറഞ്ഞു തീർക്കും. തല്ലുകൂടി അത് പറഞ്ഞു തീർത്തിരിക്കും. അപ്പൊ പിന്നെ മനസ്സിലതോടെ കിടക്കില്ല. അല്ലെങ്കിൽ അത് ഇങ്ങനെ കുമിഞ്ഞു കൂടി വലിയൊരു അക്ടോളായിട്ട് പൊട്ടിത്തെറിക്കുക. അതിൽ നല്ലത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുക. എക്സ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ? ഇല്ല, ഇല്ല. എന്റെ മുഖത്ത് നോക്കി എല്ലാം അറിയാം. ഞാൻ വല്ല കുനിഷ്ടൊപ്പിക്കാൻ വേണ്ടി ചോദിച്ചത്. നടക്കില്ല. എല്ലാം അറിയാം. സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ഇപ്പോഴും അതിന് ഇങ്ങനെ ഇത് സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ നോക്കിയുമല്ലോ, എക്സ് എന്ത് ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ശ്രദ്ധിച്ചോ? എനിക്ക് ഇങ്ങനെ സ്നേഹം കൊടുക്കാൻ പറ്റും. ഞാൻ എല്ലാവരും സ്നേഹം സൂക്ഷിച്ചോ? അല്ല, ഇപ്പൊ സ്നേഹിക്ക് മാത്രം തരുന്നതോ എന്നാണ് എന്റെ ഒരു വിശ്വാസം. പഠിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോ ഇഷ്ടംപോലെ സ്നേഹം കൊടുക്കാൻ ആൾക്കാർ. പക്ഷെ ഞാനിങ്ങനെ സത്യം പറഞ്ഞേ, ചേട്ടൻ ഭയങ്കര ഷൈയായിരുന്നു പഠിക്കുന്ന സമയത്ത്. ചേട്ടൻ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഇരുന്ന് പൂള് പഠിക്കുന്നുണ്ടല്ലോ. ചേട്ടൻ്റെ ഒരു പെൺകുട്ടികളോട് ഇഷ്ടമായി കഴിഞ്ഞാൽ സത്യം പറയാൻ ചേട്ടനൊരു എക്സ് ഉണ്ടായിരുന്നു. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയണില്ല, കാരണം ഇപ്പൊ ആള് കല്യാണം കഴിച്ച് പേരൊന്നും ഞാൻ പറയില്ല. പക്ഷെ എക്സിന് വേണ്ടിയിട്ട് ചേട്ടൻ ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോ മാല കൊണ്ടുവരും, മറ്റേ കൈയും വീഴാതെ സാധനം കൊണ്ടുവരും, എന്നിട്ട് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ, വൺ സൈഡ് ആയിരുന്നേ. എന്നിട്ട് കൊടുക്കില്ല, വൺ സൈഡ് ആയിരുന്നു. പിന്നെ എക്സ് എന്ന് പറയുന്നേ എന്നിട്ട് അത് വഴിയിൽ വെച്ചിട്ട് എറിഞ്ഞളയും, കൊടുക്കാൻ പേടിയായിട്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ ആയിപ്പോ. പിന്നെ ചേട്ടൻ വണ്ടി ഓടിക്കാൻ പറയാതെ വെച്ച പ്രണയം കൊണ്ട് നടന്നത്. പക്ഷെ അവരായിട്ട് ഇപ്പൊ നല്ല കമ്പനിയാണ്. അതെ, ആളായിട്ട് കൊച്ചിന് ഇപ്പോഴും അറിയോ? എനിക്കറിയാം. അല്ല, ആ കൊച്ചിന് ഇപ്പോഴും അറിയോ ഇങ്ങനെ ഇഷ്ടമുണ്ടായിരുന്ന കാര്യം? അറിയില്ല. 8ാം ക്ലാസ്സിലോ 7ിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. ആ സമയത്തായിരുന്നു. അതെങ്ങനെ അത് ബുദ്ധിയില്ലാത്ത പ്രണയം. പക്ഷെ ഞങ്ങൾ ചേട്ടൻ പ്രണയിക്കാൻ ഭയങ്കര ഒരു പക്വതായിരുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിൽ റിലേഷൻ ആവുന്നത്. അപ്പൊ ആ സമയം തൊട്ട് റിലേഷൻ ആയിട്ടുള്ളത് ഞാനായിട്ടായതുകൊണ്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ള വേറെ പ്രണയങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ല. പിന്നെ വണ്ടി അവസരം കൊടുത്തില്ല. ഇല്ല, അതിന് മുന്നേ ഞാൻ കയറി ബ്ലോക്ക് ആക്കി വെച്ചു. പാച്ചു ഇതൊക്കെ കേട്ട് വളരുന്നുണ്ട് അല്ലേ പാച്ചു? ഞങ്ങളൊന്നും അവന്റെ മുന്നിൽ ഒളിച്ചു വെക്കാറില്ല. ഇപ്പൊ എന്ത് കാര്യമായാലും കുറെ പടങ്ങള് പിള്ളേര് അത് കാണരുത്, കുട്ടികൾ അത് കാണരുത്. ഞാൻ അവന് ഇപ്പൊ ഒരു സിനിമയിൽ ഒരു ഡ്രഗ് സീൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ പറഞ്ഞു കൊടുത്തു, ഇതാണ്. കാരണം നാളെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിലേ അവരത് എന്താണെന്നറിയാനുള്ള ക്യൂരിയോസിറ്റി കൂടും നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുമ്പോ. അതിൽ നല്ലത് നമ്മുടെ നാട് ആകെ ലഹരിക്ക് അടിമയായിരിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, വീട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദോഷം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള സോഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവർ പഠിക്കാൻ പോകുന്ന ആൾക്കാരാണ്, ബസ്സിൽ പോവും, സ്കൂളിൽ പോവും, അവിടെ നിന്നൊക്കെ ഇത് കിട്ടാൻ ഇപ്പൊ ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. അപ്പൊ അവര് ഇതെന്താന്ന് അവർക്ക് അറിയാനുള്ള ആഗ്രഹം. നമുക്കാണെങ്കിലും ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വീട്ടുകാർ വേണ്ട അത് നോക്ക് ഇത് ചെയ്യരുന്നൊക്കെ പറയുമ്പോ ക്യൂരിയോസിറ്റി തോന്നും. ഒന്നാമത്തെ കാര്യം ഇപ്പൊ എല്ലാവരും തിരക്കാ, മക്കളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാനുള്ള സമയം ആൾക്കാർക്കില്ല. അവർക്ക് അവരോട് സംസാരിക്കുക, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ സ്ത്രീകൾക്ക് മാസത്തിൽ 7 ദിവസം ഈ പീരീഡ്സ് ആയാലും വയറുവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്.
നമ്മള് വീട്ടില് 7 ദിവസം വയ്യാണ്ടിരിക്കുന്നത് വേദനയൊക്കെ എടുക്കുന്ന സമയത്ത് ചൂടാവും, ദേഷ്യം അറിയാലോ, ദേഷ്യം വരും എന്തുണ്ടായാലും. അപ്പൊ അതെ അപ്പൊ അച്ഛന് ഇപ്പൊ എന്തെങ്കിലും പറയുമ്പോ അമ്മ ചീത്ത പറയുമ്പോ അത് വിഷമാവും. അപ്പൊ എന്തുകൊണ്ടാ അമ്മ കിടക്കണ ദേഷ്യം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുക വയറുവേദനയാണ്. അപ്പൊ എന്ത് വയറുവേദന? അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് മാസത്തിൽ 7 ദിവസം. ഇതൊക്കെ അവളെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അവനെല്ലാം അറിയാം. ഇപ്പൊ പേട് മേടിക്കാൻ കടയിലേക്ക് പിള്ളേർക്ക് നാണക്കേടാ, ആൾക്കാർ അവൻ മേടിച്ചു കൊണ്ടുവരും. വെരി ഗുഡ്, വെരി ഗുഡ്. അവ ചോദിക്കും വയറുവേദന എടുത്ത് കിടക്കണ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പാഡ് വേണോ, ഞാൻ മേടിച്ചിട്ട് വരാന്ന് പറയുന്നത്. പറഞ്ഞു കൊടുക്കണം, വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത്. അതില്ലാണ്ടാവുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത്. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോ ടീച്ചർമാരും പറഞ്ഞു തരും, ഇപ്പൊ അവർക്ക് പറയാൻ പറ്റില്ല, പേടിയാ. അതെ അതെ, ടീച്ചേഴ്സിനും ഭയങ്കര പേടിയാണ്. ഇപ്പൊ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് റാപ്പിഡ് ഫയർ. നമുക്ക് ഫൺ ആൻഡ് സ്പൈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാലോ? റെഡി ആയിട്ട് അയ്യോ തല്ലരുത് വടിയൊക്കെ എടുത്തിട്ട്. ഓക്കെ, എന്താ അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ രണ്ടുപേരെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം, എക്സ്ചേഞ്ച് ചെയ്യണം. കൊടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇത്ര നേരത്തെ പറഞ്ഞു 4 വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പാർട്ട്ണറിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താ? ദേഷ്യം. ദേഷ്യമാണോ? എന്താ? അമ്പൂര് പറയ്. അതായത് മടി. മടിയാണോ? ഭയങ്കര മടിയാ? ഭയങ്കര മടിയാ. ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. അതെ, മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാ. വിട്ടെടുക്കണ്ട. ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരു 1 വേർഡിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? റിലേഷൻഷിപ്പ് ഞങ്ങളുടെ റിലേഷൻഷിപ്പാണോ അങ്ങനെയാണോ? ജനറൽ ആയിട്ട്, പൊതുവായിട്ട്. ലൈഫ്. എന്താ? സ്നേഹം. സ്നേഹം. അവിടെ പെങ്കിയായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒരു സ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പാർട്ട്ണറിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യം നോക്കുന്നത്? എന്നോട് ഇഷ്ടമുണ്ടോന്ന്. അതെങ്ങനെ നോക്കും? ഇഷ്ടമുണ്ടോന്ന് എങ്ങനെ അറിയും? ശ്രീരാമനാവും, അല്ല ആഞ്ജനേയനാവും. ഇവിടെ എന്താ ചെയ്യാ? സ്കാൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ എന്താ പറഞ്ഞത്? ഇഷ്ടമുള്ളത് ഇപ്പോഴും അല്ല, ആ പണ്ടത്തേന്ന് അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും പഠിക്കെങ്കിലും കുറഞ്ഞുണ്ടോ അറിയണല്ലോ. നല്ല കപ്പിൾസ് ആണ്. ഞാനൊരു 3 തിങ്സ് പറയും. അതായത് കിസ്, മാരി, ഇഗ്നോർ. 3 സെലിബ്രിറ്റീസിന്റെ പേര് പറയണം. അതായത് കിസ് ആർക്കാണ്, മാരി ആർക്കാണ്, ഇഗ്നോർ ആർക്കാണ്? സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസ് പറഞ്ഞ കള്ളത്തിലുള്ളോണ്ടല്ലേ പറയാൻ. കിസ് ആർക്ക് കൊടുക്കും? സെലിബ്രിറ്റീസിലെ വിജയമല്ല, അത് മറ്റ് സെലിബ്രിറ്റിയാണ്. ദർശക് പാച്ചു കിസ് അവിടെ കൊടുക്കും. സെലിബ്രിറ്റി ഞാൻ പറയട്ടെ? അല്ല, ഇത് കഴിഞ്ഞിട്ടില്ല. ചേട്ടൻ പറയും. അല്ല, പറഞ്ഞോ. എന്താ പറയാത്ര മടി? എല്ലാവരും കിസ്സോ? ഞാൻ വിചാരിച്ച അതൊന്നല്ല. മാരിയോ? ഞാൻ പറയണ്ട, അത് പറഞ്ഞു നോക്കി പേടിപ്പിക്കുന്നു. സമ്മതിക്കില്ല, ഞാൻ കൊടുക്കില്ല. അതെ അതെ, സമ്മതിക്കില്ല. ആണോ? പിന്നില്ല, പിടിപ്പിച്ചിരുത്തേക്ക്. എന്നാലും ആഗ്രഹം ഉണ്ട് കേട്ടോ. വളരെ നൈസായിട്ട് സൈക്കോളജിക്കലായിട്ടാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് അമ്പാടി. ഓക്കെ, ഞാൻ അടുത്തത് ആരാ മരിച്ചു? സെലിബ്രിറ്റി. സമ്മതിക്കില്ല, ഇതൊക്കെ വളരെ ഇത് പറ്റില്ല. പറഞ്ഞേ പറ്റും, അത് പറ്റില്ല, പറഞ്ഞേ പറ്റും. പറഞ്ഞു കല്യാണം കഴിക്കാത്ത വേണ്ട, കല്യാണം കഴിച്ചവർ മതി. എന്താണ് കല്യാണം കഴിച്ചവരാണ്? കാജൽ അഗർവാൾ. എന്റെ വണ്ടിയുടെ ഓട്ടോ ഓടിക്കുന്ന സമയത്തേ, ഓട്ടോ ഞങ്ങളുടെ ജീവിതത്തിലെ മെയിൻ ഒരു കഥാപാത്രം. ഓട്ടോ ഓടിക്കുന്ന സമയത്ത് വണ്ടിയുടെ ബാക്കിൽ
കാജോളിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ സൈഡിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാരും വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. സ്നേഹം ആർക്കൊരു കൊടുക്കുന്ന സ്നേഹമുണ്ട്, അതുകൊണ്ട് ഇഗ്നോർ ചെയ്യില്ല എന്നൊക്കെ. ഇവിടെ ആരാ കിസ് മാരി ഇഗ്നോർ? ഞാൻ സത്യം പറഞ്ഞത് ഞാൻ ചേട്ടനെ പറയണം. എന്റെ സൈക്കോളജിക്കലി അതാണ് ഇത്ര കോൺഫിഡൻസിൽ ഞാൻ ഇരുന്നത്. പക്ഷെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കിസ് ഞാൻ കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് മഞ്ജു വാര്യർ. എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് കരച്ചിൽ പറയുമ്പോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. എനിക്കൊന്നും ആളൊന്നും ആള് വീട്ടിലൊക്കെ പോയിരുന്നുണ്ട് പുള്ളിയിലല്ലേ പുള്ളിയുടെ വീടിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു ഇൻസ്പിറേഷൻ ഒക്കെ അറിയുന്നത് അത്രയും എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടം. എനിക്കൊന്ന് കണ്ടൊന്ന് ഹഗ് ചെയ്ത് ഒന്ന് കെട്ടിപ്പിടിച്ച ഒരു മോട്ടാണ് എനിക്ക് കണ്ടു കഴിഞ്ഞാൽ എന്നെ ഒന്ന് പരിഗണിക്കും. പിന്നെ മാരേജ് ചെയ്യാൻ വിജയന് അത് മഞ്ജു ചേച്ചിയുടെ പോലെ തന്നെ ഭയങ്കര ചെറുപ്പത്തെ എന്റെ ഒരു ബുക്കൊക്കെ ഉണ്ടായിരുന്നു വിജയിലെ കുറെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട്. ഈ തൊലിക്കെട്ടിയാണ് വേണ്ടത്. പിന്നെ ഇഗ്നോർ ചെയ്യാൻ മാത്രമല്ല സെലിബ്രിറ്റി ഇഗ്നോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അലൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ അലൻ ജോസ് സെലിബ്രിറ്റി എന്ന് പറയാൻ പറ്റുമോ? അതല്ല സെലിബ്രിറ്റി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അവർക്ക് ഭയങ്കര സെലിബ്രിറ്റിയുടെ സ്റ്റാറ്റസ് ആയിട്ടാണ് ഇപ്പൊ പോയിരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു സംഭവത്തിനോട് എനിക്ക് എന്താ അങ്ങനെ പക്ഷെ പക്ഷെ നമുക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു സംഭവം. അതായത് മോശമായിട്ടൊന്നല്ല, പക്ഷെ എന്താ എവിടെയോ ഒരു തകരാറ് പോലെ. അപ്പൊ ഇന്നത്തെ ഈ അഡോറബിൾ കപ്പിൾസിന്റെ ഒരുപാട് വിശേഷങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ കുറെ ഫണ്ണി സ്പൈസി ക്വസ്റ്റ്യൻസ് ഒക്കെ റാപ്പിഡ് ഫയർ ഒക്കെ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാ ഇവരെന്റെ അടുത്ത് ടൈമിങ് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും കുറച്ച് ഷോർട്ടാക്കിയത്. ഇങ്ങനെ സിമ്പിൾ ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ടൈമിന്റെ കാര്യമില്ല. ഇപ്പൊ സമയം 2:30 കഴിഞ്ഞു. നമ്മൾ 8 മണിക്ക് വന്നിട്ട് 2:30 വരെ ഇരിക്കുന്നത്. അങ്ങനെ റാപ്പിഡ് ഫയർ ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻസ്. അല്ല അത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ദിവസം അങ്ങനെ വെച്ചാൽ 1 മണിക്കൂർ നേരം ടൈം നമുക്ക് രണ്ടാമത് എടുക്കാം. വേണ്ട സമയമില്ല. അങ്ങനെ പറയാം.